وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. അള്ളാഹുവിന്റെ അനുശാസനങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിക്കാൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണതെന്നീ ഓർക്കണേ. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ. ഖുർആന്റെ കൽപ്പനയാണതെന്നീ ഓർക്കണേ. ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ, ഐശ്വര്യമതിനാൽ വന്നിടും നബിവാക്യമാ. അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ മദീനയിലെ പള്ളിയുടെ ചാരത്ത് പ്രവാചക പൊങ്കമൊരുക്കുന്ന നേരത്ത് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ധാർമ്മികമായ സമരത്തിൽ ഇറങ്ങി പുറപ്പെടാൻ മദീനയിലെ പ്രവാചകരുടെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് കാഹളമുയർന്നപ്പോൾ ജിഹാദിന്റെ വിളിയാളമുണ്ടായ നേരത്ത് പ്രവാചക പൊങ്കവരുടെ ചാരത്ത് വന്നിട്ടൊരു സഹാബി വര്യൻ പറയുകയാണ്, നബിയേ, ഞാൻ ഈ പടക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി കടന്നു വന്ന നേരത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവും എന്റെ പ്രിയപ്പെട്ട പിതാവും കരയുകയാണ്. മോനെ, നീ ഞങ്ങളുടെ ചാരത്ത് നിന്ന് പോയാൽ, നീ എങ്ങാനും ആ പടക്കളത്തിൽ പോയെന്ന് ഷഹീദായാൽ ഈ വാപ്പാനെ നോക്കുന്നതാരാടാ? ഈ ഉമ്മാനെ ശുശ്രൂഷിക്കുന്നതാരാടാ? ഉമ്മ കരയുകയാണ്, വാപ്പ വിലപിക്കുകയാണ്. ഞാൻ എന്ത് വേണം നബിയേ? ഞാൻ എന്താണ് വേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ടൊരു സഹാബി വര്യൻ ചോദിക്കുകയാണ്, പടയോട്ടത്തിന് വരണമോ? ഉമ്മാന്റെ ചാരത്ത് വാപ്പാന്റെ സവിധത്തിൽ ഞാൻ ശുശ്രൂഷിച്ച് നിൽക്കണമോ? ആരംഭപ്പൂവായ റസൂലുള്ള പറയുകയാണ്, മോനെ, മോനെ, നീ നിന്റെ വീട്ടിൽ നിന്നിറങ്ങി വന്നപ്പോ നിന്റെ വരവിന്റെ കാരണം കൊണ്ട് നിന്റെ ഉമ്മ കരയുകയാണെങ്കിൽ, നിന്റെ പിതാവ് വിലപിക്കുകയാണെങ്കിൽ നീ പടക്കളത്തിലേക്ക് വരണ്ട. നീ അടർക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി അടരാടണ്ട. നീ നേരെ പോയിട്ട് നിന്റെ ഉമ്മാനെ ശുശ്രൂഷിക്കണം, നിന്റെ വാപ്പാന് സമാശ്വാസം നൽകണമെന്ന് മദീനയിലെ രാജാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാ